നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ട സവോള, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്ന ചോപ്പർ കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. വളരെ പെട്ടെന്നാണ്, വളരെ എളുപ്പത്തിൽ അടുക്കള ജോലിക്ക് തന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരു ചോപ്പറാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് അത് ചോപ്പർ കൂടെ ഒന്ന് കണ്ടിട്ട് അത് എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്ന രീതിയും കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സൈസാണ്. ഇതുപോലെ ചെറിയ സൈസ് ഉരുളക്കിഴങ്ങാണ് നമുക്ക് വേണ്ടത്. ഇതിലും ചെറുതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു 7-8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇവിടെ നമുക്ക് സവോള, തക്കാളി ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കഷ്ണം വലിയ 2 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോളയും, ഈ 2 സവോളയും തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ചോപ്പർ. ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നൊരു ചോപ്പറാണ്. നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഈ വലിക്കുന്ന സൈസ് ഉണ്ടല്ലോ, അതിനേക്കാട്ടിലും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്കിത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നീട് ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാനിത് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ബ്ലേഡാണ് കേട്ടോ. നല്ല മൂർച്ചയാണിത്. ഇനി നമുക്കിതിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം വളരെ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ ഇടുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഉപയോഗം തോന്നിയിട്ടുണ്ട്. ഞാനിത് വെക്കുന്ന ഒരു ഷെൽഫെന്ന് പറയുമ്പോൾ വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ താഴോട്ടാക്കിയിട്ട് അത് ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒതുങ്ങിയിരിക്കും കേട്ടോ. നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഇതാ നോക്കൂ, എത്ര പെട്ടെന്നാണെന്നറിയാമോ ചോപ്പായി വരുന്നത്. വളരെ എളുപ്പം നമുക്കിത് ചോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി കുറച്ച് വളരെ പൊടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഇതുപോലെ, ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവൂലേ, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പച്ചമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പച്ചമുളകല്ലേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചോപ്പർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ വളരെ പൊടിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടെ ഞാനിതിലേക്ക് പൊട്ടിച്ചിടുകയാണ്. കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചോപ്പർ അടച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു ഇലക്ട്രിക് ചോപ്പറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. വീണ്ടും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിവിടെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ എത്ര വേഗം എന്നാണ്. നമ്മൾ ഈ ഒരു കറിക്ക് ആയതുകൊണ്ടാണ് ഇത്രയും പൊടിയായിട്ട് നമ്മളിത് ചോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് കേട്ടോ. കണ്ടോ ഇത്ര പൊടിയാക്കേണ്ട ആവശ്യം, ഞാൻ തോരനൊന്നും ചെയ്യുമ്പോൾ ഇത്ര പൊടിയാക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ബ്ലേഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കും കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് സാധനം ഇടുമ്പം ആ ഹോളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനതൊന്ന് കൈ കൊണ്ടൊന്ന് വിരൽ കൊണ്ടൊന്ന് മെല്ലെ ഒന്ന് അടച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കാളി ഇവിടെ ചോപ്പ് ചെയ്തെടുത്തു. പെട്ടെന്ന് ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് ഈ 3 ഐറ്റവും ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. വളരെ പെട്ടെന്ന് നമ്മുടെ ജോലിഭാരം കുറയ്ക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതും ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം പച്ചക്കറികളൊക്കെ, അതായത് ഉള്ളി സവോളയൊക്കെ ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇവിടെ അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചു. ഇനി ഇത് കഴുകണം കേട്ടോ. ശരിക്കും ഞാൻ തൽക്കാലം ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുക്കറും തുറന്ന് നോക്കാം. ആവശ്യത്തിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പൊളിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉരുളക്കിഴങ്ങ് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്.
അത് ഞാൻ കോരിയെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. ജീരകം പൊട്ടി വന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവോള നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റി. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരണം, ഓയിലൊക്കെ തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിക്കട്ടിയുള്ളൊരു പാനാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം അരഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി. അങ്ങനെയാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത്. നല്ലതുപോലെ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചോപ്പറിലേക്ക് ഒഴിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു സവോളയിൽ. അതുകൊണ്ടാണ് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വീണ്ടും തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിതൊന്നും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പോളം തിളച്ച വെള്ളം അത് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാതെ കേട്ടോ നല്ലതായിരുന്നു. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പൊടിഞ്ഞ് വരാത്തത്. ഇത് പൊടിഞ്ഞിട്ടില്ലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൻ്റെ തണ്ടിങ്ങനെ നീളത്തിലിങ്ങനെ കിടക്കുന്നുണ്ടാവും, അതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചപ്പാത്തി, അപ്പം, പൂരി, പൊറോട്ട ഇതിൻ്റെ കൂടെ നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് കറി. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഏകദേശം ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഇരുന്നിട്ട് ഇത് വെന്ത് വരണം. നന്നായിട്ട് വെള്ളം ഒട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഈ മസാല കിടന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വെന്ത് വരണം. അതാണ് നമ്മുടെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമേ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.